ഹായ് ഗൈസ്, ടീച്ച് കൊണ്ട് ഈ ഒരു ഇതിലേക്ക് സ്വാഗതം. ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഗിറ്റിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. എന്താണ് ഗിറ്റ് ഉപയോഗിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഗിറ്റിനെ കുറിച്ച് അറിയാമെങ്കിൽ ഇതാണ് ഗിറ്റിൻ്റെ ഫസ്റ്റ് പേജ്. സോ ഇതിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. സോ മെയിൻലി ഗിറ്റ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഷൻ കൺട്രോളാണ്. നിങ്ങൾ ഒത്തിരി കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് വേർഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്ത കോഡിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി കാണാൻ പറ്റും. പിന്നെ വേറൊരാളുമായിട്ട് വർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ എല്ലാത്തിലും ഗിറ്റ് മസ്റ്റാണ്. എല്ലാ ഇൻഡസ്ട്രീസിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രീസിലും ഗിറ്റും ഉള്ളതാണ്. സോ അതാണ് മെയിനായിട്ട് ഗിറ്റിൻ്റെ ഉപയോഗം. നിസ്സാരമായിട്ട് പറഞ്ഞാൽ നമുക്ക് റിവിഷൻസ് എടുക്കാൻ പറ്റും പല കാര്യങ്ങൾ. അതാണ് വേർഷൻ കൺട്രോൾ, പല വേർഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത കോഡ് ഇപ്പം നോക്കുകയാണ്, പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നോക്കിയിട്ട് അതിൻ്റെ കാര്യം, പിന്നെ 2 പേരുമായിട്ട് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒത്തിരി യൂസസ് ഗിറ്റിനുണ്ട്. അപ്പോൾ ഗിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഓപ്പൺ സോഴ്സാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഗിറ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നമ്മുടെ സ്വന്തം സെർവറിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഗിറ്റ് അറിയാമെങ്കിൽ നിങ്ങളത് ഗിറ്റ് എന്തായാലും പഠിക്കേണ്ടതാണ്. എവിടെയെങ്കിലും സോഫ്റ്റ്വെയർ ഫേമിലും പോകുമ്പോൾ എന്തായാലും ഒരു ഗിറ്റിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഗിറ്റ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, മൈക്രോസോഫ്റ്റിനെയാണ് ഗിറ്റ്. ഓക്കെ, അപ്പോൾ സോ ഈ ഗിറ്റ് പോലെ തന്നെ ഗിറ്റ് ലാബ് ഉണ്ട്. വെൽക്കം ഹോം ഗിറ്റ് ഹബ് ഈസ് ഓക്കെ യു ആൻഡ് യു. അപ്പോൾ ഓരോരുത്തരുടെ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇതാണ്. അപ്പോൾ ബേസിക്കലി ഗിറ്റ് ലാബ് എന്ന് പറഞ്ഞാൽ വേറെ സംഭവമുണ്ട്. അപ്പോൾ ഇതും സെയിം തന്നെയാണ്, ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കണ്ടത് തന്നെയാണ്. ഗിറ്റിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അവരുടെ സബ്സിസ്റ്റാണ് ഉപയോഗിക്കുന്നത്. സോ അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റിനെ എടുത്തിട്ട് അവരുടെ സെർവറിൽ പിന്നെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് സെറ്റാക്കി ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഓപ്പൺ സോഴ്സ് എടുത്ത് നോക്കിയാലും ഇപ്പം ഗിറ്റ് ഇപ്പം Vue.js ഗിറ്റ് എന്ന് പറഞ്ഞടിച്ചു കൊടുത്താൽ Vue.jsൻ്റെ ഗിറ്റിൻ്റെ റെപ്പോസിറ്ററിയുടെ ഡീറ്റെയിൽസ് കിട്ടും. കണ്ടോ, അതിങ്ങനെ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി ഗിറ്റ് ഉപയോഗിച്ച് ചെയ്തേക്കുന്നത്. readme.md നോക്കിക്കഴിഞ്ഞാൽ സോറി, അപ്പോൾ readme.md നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് ഗിറ്റ്. നമുക്കിപ്പോൾ ഗിറ്റ് ഉപയോഗിച്ച് എന്താണ് നമുക്ക് ഉപയോഗം, എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സാധനം കമ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്ക് ഓരോ ടേംസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നെറ്റിൽ സെർച്ച് ചെയ്യാനേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിൻഡോസിലൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗിറ്റ് ഫോർ വിൻഡോസ് നടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഗിറ്റ് ഡൗൺലോഡ് പാക്കേജ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഗിറ്റ് നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ വിൻഡോസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ലിനക്സിൽ എനിക്ക് ഡിഫോൾട്ട് ഉണ്ടെന്നുള്ള ലിനക്സിൽ മാക്കിലൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല ബ്രൂ വെച്ചോ അല്ലെങ്കിൽ sudo apt വെച്ചിട്ടോ നിങ്ങൾക്ക് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. സോ വളരെ ഈസിയാണ്. സോ ഗിറ്റ് ഇപ്പോൾ എൻ്റെ നോക്കി കഴിഞ്ഞാൽ ഗിറ്റിൻ്റെ വേർഷൻ ഉണ്ട്, ഗിറ്റ് വേർഷൻ 2.24.3. ഇതാണ് എൻ്റെ ഗിറ്റിൻ്റെ വേർഷൻ. സോ ഓക്കെ, ഇപ്പം ഗിറ്റിൻ്റെ കമാൻഡ്സ് ഗിറ്റ് ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റിൻ്റെ ഓരോരോ കമാൻഡുകളും നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ്. പിന്നെ കുറേ ഗിറ്റിൻ്റെ കുറേ ഹെൽപ്പ് അവൈലബിൾ ആണ്. ചീറ്റ് ഷീറ്റ് കിട്ടും. ഗിറ്റ് ചീറ്റ് ഷീറ്റ് നടിച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റ് ചീറ്റ് ഷീറ്റ് നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റിൻ്റെ ചീറ്റ് ഷീറ്റ് കിട്ടും. സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സൊക്കെ ഇന്ന് പെട്ടെന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ഗിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പെട്ടെന്നുള്ള കമാൻഡ്സൊക്കെ കിട്ടും. പിന്നെ UI വെച്ച് VS കോഡ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗിറ്റ് നോക്കിയെടുക്കാം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതെൻ്റെ ഒരു സാമ്പിൾ പ്രോജക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കണ്ടോ, ഗിറ്റിൻ്റെ സോഴ്സ് കണ്ടോ, ഇത്രയും ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള ചേഞ്ചസാണ്. അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഇതൊരു ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ബ്രാഞ്ചസും വരും. നമുക്ക് ഈസി ആയിട്ട് ഗിറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കമ്മിറ്റ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് VS കോഡിലൂടെ ഈസി ആയിട്ട് പറ്റും.
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടെർമിനലിൽ വെച്ച് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷ്വലി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഏത് ക്വാർട്ടറാണോ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നമുക്ക് ഗിറ്റിൽ നിങ്ങളൊന്ന് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം ഇതാണ് സംഭവം ഗിറ്റിനെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രൊജക്റ്റ് തുടങ്ങണം. അപ്പോൾ എനിക്കൊരു ബേസിക് ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് പ്രൊജക്റ്റ് ഇവിടെ തന്നെ കാണാൻ പറ്റും. സ്റ്റാർട്ട് പ്രൊജക്റ്റ് അതിൽ ക്ലിക്ക്, അല്ലെങ്കിൽ പ്രോജക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ റെപ്പോസിറ്ററി കണ്ടോ, പുതിയ റെപ്പോസിറ്ററി കൊടുക്കുക. ഈ സെയിം സാധനം തന്നെയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ റെപ്പോയുടെ പേര് നമ്മൾ കൊടുക്കുക, ഇഷ്ടമുള്ളൊരു പേര് നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ടെസ്റ്റ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് അണ്ടർസ്കോർ റെപ്പോ എന്ന് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ടെസ്റ്റ് റെപ്പോ ഈസ് അവൈലബിൾ. അപ്പോൾ ഇത് ചോദിക്കും പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് ചോദിക്കും. പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റും. നമ്മളിപ്പോൾ Vue.js കണ്ടില്ല, അതൊക്കെ പബ്ലിക്കാണ്, അതെല്ലാവർക്കും കാണാൻ പറ്റും. പ്രൈവറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ മെമ്പേഴ്സായിട്ട് ആഡ് ചെയ്യുന്നവർക്ക് മാത്രമേ പ്രൈവറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വേറൊരാളും കൂടെ നിങ്ങളുടെ വർക്കിൽ കൊളാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ പബ്ലിക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ജസ്റ്റ് പബ്ലിക്കിൽ എല്ലാവർക്കും ആക്സസിബിളാണ് ഈ ഒരു റെപ്പോ കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈവറ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിരിക്കുമല്ലോ കോഡ് ചെയ്യേണ്ടത്, പബ്ലിക്കലി കുറവായിരിക്കുമല്ലോ ചെയ്യണത് മാക്സിമം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പബ്ലിക്ക് എങ്ങനെയാണെങ്കിലും എന്നാൽ പബ്ലിക്ക് തന്നെ കാണിച്ചു തരാം. സോ പബ്ലിക്ക് കൊടുത്തു, എന്നിട്ട് ക്രിയേറ്റ് റിപ്പോസിറ്ററി കൊടുത്തു, ആ ലൈസൻസ് അതൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഈ ഗിറ്റിഗ്നോർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കുറേ സാധനം കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ നോൺ മൊഡ്യൂൾസ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫയൽസ് ഒന്നും വെറുതെ ആവശ്യമില്ലാതെ ആയിരക്കണക്കിന് ഫയൽസ് ഗിറ്റിലേക്ക് കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം package.json'കത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ അത് കമ്മിറ്റ് ചെയ്യേണ്ട, ആ ഫയൽസ് ഒന്നും അതിലേക്ക് കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഈ ഗിറ്റിഗ്നോർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ആവശ്യമുള്ള സാധനങ്ങളൊന്നും കമ്മിറ്റ് ആവത്തില്ല. കണ്ടോ, ആക്ഷൻ സ്ക്രിപ്റ്റ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. നോഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ കണ്ടോ, അപ്പോൾ ഈ നോഡിന് ആവശ്യമുള്ള ഗിറ്റിഗ്നോറോട് വരും. അപ്പോൾ പിന്നെ NPM മൊഡ്യൂൾസും കാര്യങ്ങളൊന്നും അതിലേക്ക് പുഷ് ആവത്തില്ല. ഞാൻ ജസ്റ്റ് നോഡ് എന്ന് പറഞ്ഞ് കൊടുത്തു, അതിനുശേഷം ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗിറ്റിഗ്നോർ വന്നു, പിന്നെ ഒരു ബേസിക് ഒരു സംഭവം ക്രിയേറ്റായി. ഇപ്പോൾ ഗിറ്റിഗ്നോർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ ആക്ച്വലി എംപ്റ്റി റെപ്പോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കോഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗിറ്റിഗ്നോർ വെച്ച് തുടങ്ങായിരിക്കും നല്ലത്. കോഡ് കൊടുത്തു, എന്നിട്ട് ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് വെച്ചിട്ട് നമ്മൾ ഈ റെപ്പോ കോപ്പി എടുക്കുക. ഞാൻ കോപ്പി എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ക്ലോൺ ചെയ്തു, എന്നിട്ട് ഇവിടെ കിറ്റ് ക്ലോൺ ഇത് സാധനം കൊടുത്തു. ഓക്കെ, കാരണം ഇത് പബ്ലിക് ആയതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ക്ലോൺ ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ആണെങ്കിൽ എനിക്ക് ലോഗിൻ ക്രെഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ പുഷ് ചെയ്യണമെങ്കിൽ എന്തായാലും ക്രെഡൻഷ്യൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതാണ്. ഇനി നമുക്ക് ലിസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് റെപ്പോ ആണ് അല്ലേ. അപ്പം കണ്ടോ, ഒരു ബ്രാഞ്ചിൽ മാസ്റ്റർ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. ഗിറ്റ് ബ്രാഞ്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബ്രാഞ്ചിലാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതാണ് സംഭവം. ഇപ്പോൾ ടെസ്റ്റ് റെപ്പോ നമ്മൾ കൊടുത്തു. ഇപ്പോൾ നമ്മളതിനകത്ത് ഒന്നുമില്ല ആക്ച്വലി, ഈ റെപ്പോയിൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓഫീസിൽ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഗിറ്റ് ലാബാണ് യൂസ് ചെയ്യുന്നത്. സോ അത് കുറച്ചും കൂടെ യൂസർ ഇൻ്റർഫേസ് ഫ്രണ്ട്ലി ആണ്. പിന്നെ കുറേ കൂടെ കുറച്ചും കൂടെ ഇതായിട്ട് തോന്നി എനിക്ക്. രണ്ടും സെയിം സിസ്റ്റമാണ്, പക്ഷേ ആ UI വെച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ടൂൾസ് ഉണ്ട്, എന്താണ് ഈ സോഴ്സ് ട്രീന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ ഗിറ്റിന് കുറേ ടൂൾസ് ഉണ്ട് നമുക്ക് UI വെച്ചിട്ട് കൂടുതൽ കാണാൻ വേണ്ടിയിട്ടും. ഇതൊക്കെ സോഴ്സ് ട്രീ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വലി ആണ് കൂടുതൽ താല്പര്യമെങ്കിൽ കണ്ടോ, ഇത് ഫ്രീ ഓപ്പൺ സോഴ്സ് ആണ്. ഫ്രീ ഗിറ്റ് GUI ഫോർ വിൻഡോസ് ആൻഡ് മാക്ക്. നിങ്ങൾക്ക് ഈസി കുറേ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി സോഴ്സ് ട്രീ. അപ്പോൾ ബേസിക്കലി അതാണ്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാസ്റ്റർ ബ്രാഞ്ചാണ്, വേറൊന്നുമല്ല. ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മെയിൻ ബ്രാഞ്ചാണ്. അതായത് എല്ലാവരും ഇപ്പം പ്രൊഡക്ഷൻ
ഡിപ്ലോയ്മെൻറ്റ് മൊത്തം നടക്കുന്ന മാസ്റ്ററിലേക്ക്, അതായത് ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഈ മാസ്റ്ററിലേക്ക് വരുള്ളൂ. ഇപ്പോൾ ഇത് ശരിക്കും ഒരു പ്രൊഫഷണൽ രീതിയിൽ പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഫീച്ചർ നിങ്ങൾ ചെയ്യുന്നതിന് ഓരോ ബ്രാഞ്ചാണ് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന ഒരു ഫീച്ചർ എന്നാണ് നമ്മളൊരു ബ്രാഞ്ച്, അല്ലെങ്കിൽ ഒരു നമ്മൾ എന്താ ചെയ്യുന്ന ആ ഒരു ടാസ്കിനാണ് ഒരു ബ്രാഞ്ചായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ക്രിയേറ്റ് ഒരു CMS ആപ്ലിക്കേഷനാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഡേറ്റാ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഫീച്ചറാണ് അല്ലേ. ക്രിയേറ്റ് എ ഡേറ്റാ ടേബിൾ അതൊരു ബ്രാഞ്ചാണ്. ആ സാധനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്യും. മനസ്സിലായോ? ഈ കമ്മിറ്റ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഈ കോഡ് ആ ബ്രാഞ്ചിലേക്ക് മാത്രം പോകും. അപ്പോൾ നമ്മൾ ഏത് ബ്രാഞ്ചാണോ യൂസ് ചെയ്യുന്നത് ആ ബ്രാഞ്ചിൽ ചേഞ്ചസ് മാത്രം അവിടെ വരും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒരു മാസ്റ്ററിലേക്ക് മെർജ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കും. മെർജ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേഞ്ചസ് ഏതെങ്കിലും കോഡ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ സീനിയറായിട്ട് ആൾ അവിടെ നമ്മുടെ കോഡ് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ കോഡ് എന്ത് ചെയ്യും, മാസ്റ്ററിലേക്ക് മെർജ് ചെയ്യും. അപ്പോൾ ഈ മാസ്റ്ററുള്ള ചേഞ്ചസ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാവരും എടുക്കുന്നത്. അതായത് ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും ബാക്കിയുള്ള ആൾക്കാരെല്ലാം എടുക്കുന്നത്. സോ ബേസിക്കലി അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഓരോ ഹിസ്റ്ററി നമ്മൾ ഓരോ കമ്മിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗിറ്റ് ഇഗ്നോർ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഇപ്പം ഞാനൊരു readme.md, അതായത് ഒരു ബേസിക് ഒരു റീഡ്മി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഇപ്പം ഇങ്ങനൊരു സാധനം ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതൊന്നുമില്ല അല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ടൊരു വെൽക്കം ടു ടീച്ച് കോഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ ഈ ട്യൂട്ടോറിയലൊന്നും ശരിക്കും പറഞ്ഞ് ഞാൻ നേരത്തെ പ്രിപ്പയർ ആയിട്ടൊന്നും ചെയ്യുന്നതല്ല. ജസ്റ്റ് നമ്മുടെ വായി തോന്നിയ കാര്യങ്ങൾ ഞാനിപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. സോ അതാണ് എനിക്ക് കുറച്ചുകൂടി, എനിക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നതേ ഉള്ളൂ. അപ്പം ബേസിക്കലി ഇതാണ്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇത്രയും ചേഞ്ചസ് ചെയ്തു അല്ലേ. ഇനി ഞാനിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം readme.mdയുടെ എന്താണ് ചെയ്യാനുണ്ട്, ഈ സാധനം കമ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ റിമോട്ടിലില്ല ഈ ചേഞ്ചസ്. ഇപ്പോൾ ലോക്കലുണ്ട് പക്ഷേ റിമോട്ടിലില്ല. ഇപ്പോൾ ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കണ്ടോ. ഇതാ ഗിറ്റ് ഇഗ്നോറിനുള്ള സാധനങ്ങളാണ്, അതായത് ലോക്സ്. ഇത്രയും സാധനങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നോഡിൻ്റെ കൊടുക്കുമെന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോഡ് മൊഡ്യൂൾസും എല്ലാ നോഡിൻ്റേതായ കാര്യങ്ങളൊക്കെ അത് സാധനം എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ആംഗുലർ ആണെങ്കിൽ ആംഗുലറിൻ്റെ ചെയ്യും. പക്ഷേ ഇത് നോഡ് മൊഡ്യൂൾസിൻ്റെ കാരണം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് .npm ഉണ്ട്, നോൺ മൊഡ്യൂൾസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രോജക്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗിറ്റ് ഇഗ്നോർ അതിൻ്റെ അത് തന്നെ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗിറ്റ് ഇഗ്നോറിൻ്റെ ഒരു സാധനം ക്രിയേറ്റ് ആയി വരും. സോ ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വെൽക്കം ടു ടീച്ച് കോഡ് കൊടുത്തു. ഇനി നമുക്കിത് നമ്മുടെ സെർവറിൽ എത്തിക്കാം. സോ അതിനുവേണ്ടി നമ്മൾ ഗിറ്റ് കമ്മിറ്റ് കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫയൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് ഗിറ്റ് അങ്ങനെ ചെയ്താൽ എല്ലാ ഫയൽസും നമ്മൾ ആഡായി. മനസ്സിലായോ? നമ്മുടെ ഇതേ ലോക്കൽ ഇത് ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കലായിട്ട് നമ്മളൊരു ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ഫയലിലേക്ക് എല്ലാം കൂടെ അപ്പൻഡ് ചെയ്ത് ഇതിൻ്റെ എല്ലാ ഓരോ ഒബ്ജക്ട്സ് ആയിട്ട് നമ്മുടെ ലോക്കൽ ഉണ്ടാക്കി വെക്കും. പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ സാധനങ്ങളെല്ലാം കൂടെ നേരെ സെർവറിലേക്ക് പോകും. അപ്പോൾ അതാണ് ശരിക്കും നടക്കുന്നത്. നമ്മുടെ ലോക്കലാണ് ആദ്യം ഇതെല്ലാം സെറ്റാക്കി വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ആഡ് ചെയ്ത് വെക്കും. ഒരു മെമ്മറിയിൽ ഇത് ആഡ് ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഗിറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ഫൈനലൈസ് ആവും. നമ്മൾ ഫൈനലൈസ് ആവും. ഇനീഷ്യലൈസ്ഡ് കണ്ടോ. അപ്പോൾ ഈ കമ്മിറ്റും കൊടുക്കുമ്പോൾ സംഭവിക്കും, ഈ ഗിറ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്യുകയാണ്. ഇത് സംഭവം സെറ്റായി എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുകയാണ്. ഇതിൽ ഈ കമ്മിറ്റ് ചെയ്ത സാധനം എന്നിട്ട് ഇത് റിമോട്ടിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഒരു ഫയൽ ചേഞ്ച് 2 ഇൻസേർഷൻ. ഓക്കെ, ഇനി നമ്മുടെ റിമോട്ടിലേക്ക് എത്തിക്കും. അപ്പം ഗിറ്റ് പുഷ് കൊടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂസർ നെയിമും കൊടുത്തു. ഓക്കെ, വൺ സെക്കൻഡ്, എനിക്കിതിൻ്റെ യൂസർ നെയിം ഞാൻ മറന്നുപോയി ആക്ച്വലി. ഇനി മെയിൻ പ്രശ്നം ഈ യൂസർ നെയിം ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മിനിറ്റേ.
ഇതിൻ്റെ യൂസർ നെയിം git push യെസ് യൂസർ നെയിം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അത് കമ്മിറ്റ് ചെയ്തു, അതായത് റിമോട്ടിലേക്ക് അതെന്ത് ചെയ്തു, അത് പുഷ് ചെയ്തു. കണ്ടോ റൈറ്റിംഗ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇവിടുന്ന് ലോക്കലുള്ള സാധനങ്ങളെല്ലാം നേരെ റിമോട്ടിലേക്ക് പോയി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനൊന്ന് റീലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് സ്പെല്ലിങ് തെറ്റി, അതാണ്. അല്ല ഇവിടെ ഈ സാധനം ഇവിടെ നമ്മുടെ കാണിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ സ്പെല്ലിങ് തെറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് readme.md അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഗിറ്റ് ആഡ് കൊടുത്തു, ഗിറ്റ് കമ്മിറ്റ് ഒന്നും കൂടെ ആ പേര് തന്നെ കൊടുത്തു. വേറെ നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ പേര് കൊടുക്കാം. ഞാൻ ഗിറ്റ് പുഷ് കൊടുത്തു. ഇപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഒരു തവണ ലോഗിൻ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ ഒരു നമ്മുടെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇത് സെറ്റാക്കി വെക്കും. ഓക്കെ, കണ്ടോ, വെൽക്കം ടു ടീച്ച് ടു കോഡ്. ഇതിപ്പോൾ ഞാൻ .md എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ കോഡൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ചെയ്ത ഹാഷും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ഒരു ഇതായിട്ട് കൺവേർട്ട് ആവും. മനസ്സിലായോ? അപ്പോൾ ബേസിക്കലി ഇത്രയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം നമ്മളിവിടെ എന്ത് ചെയ്തു, ഗിറ്റ് ഇഗ്നോർ ചെയ്തു, ഇനിഷ്യലൈസ്ഡ് റീഡ്മി കൊടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കമ്മിറ്റ് മെസ്സേജസ്. അപ്പോൾ പുൾ റിക്വസ്റ്റ്, ആക്ഷൻസ്, ഇഷ്യൂസ്, എൻ്റെ വിക്കി എന്താ ഇൻസൈറ്റ്സ് നോക്കി ഇൻസൈറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആക്ഷൻസ് അല്ല, കമ്മിറ്റ് കണ്ട കമ്മിറ്റ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്മിറ്റ് ഹിസ്റ്ററി കാണാൻ പറ്റും. കമ്മിറ്റ് പക്ഷേ ഗിറ്റ് ലാബിൽ വേറെ രീതിയിലാണ്. അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ഒരു രസമുള്ള സംഭവമാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ഗിറ്റ് വെച്ചിട്ട് സമയത്രയായി 17 മിനിറ്റ് ആയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ നിന്ന് കമ്മിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗിറ്റ് ആഡ് ചെയ്യും, പിന്നെ ഗിറ്റ് കമ്മിറ്റ് ചെയ്യും, പിന്നെ ഗിറ്റ് പുഷ് ചെയ്യും. അപ്പം ഇത്രയും സാധനങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് ഗിറ്റിലേക്ക് എത്തിക്കാനുള്ള സാധനം. ഇതിപ്പം പബ്ലിക്ലി ആക്സസിബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ ഞാൻ Ctrl+C അടിച്ചിട്ട് ഇപ്പം ഒരു ഇൻകോഗ്നിറ്റോ വിൻഡോ തുറക്കാമെന്ന് വിചാരിച്ചു. ഇൻകോഗ്നിറ്റോ വിൻഡോ തുറന്നിട്ട് ഞാൻ എടുത്ത് കഴിഞ്ഞാൽ എനിക്കിത് ആർക്കും ഇത് കാണാൻ പറ്റും. മനസ്സിലായോ? ഒരു ബ്രാഞ്ചാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഇപ്പോൾ എനിക്കൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. UI വരിക, അല്ലെങ്കിൽ ഗിറ്റ് ബ്രാഞ്ച് നമ്മൾ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിനെ കുറിച്ചുള്ള ഉണ്ടോ ക്രിയേറ്റ് പറ്റും, ഗിറ്റ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബ്രാഞ്ച് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ ബ്രാഞ്ച് മാസ്റ്ററിൽ നിന്ന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് അതിൻ്റെ ചേഞ്ചസ്, അതിപ്പം 3 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടാമത്തെ മാസ്റ്റർ ബ്രാഞ്ചിൽ നിന്നല്ല, പകരം രണ്ടാമത്തെ ഒരു ബ്രാഞ്ചുണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ആ ബ്രാഞ്ചിൽ നിന്നുള്ള ചേഞ്ചസാണ് വേണമെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ചിൽ നിന്നുള്ള ചേഞ്ചസ് വെച്ചിട്ട് നമുക്ക് പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. VS കോഡ് വെച്ചിട്ടാണെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും. വിഷ്വലി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഹെൽപ്പ് നോക്കിയാൽ മതി, അപ്പം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി. ഇനി എനിക്ക് ഗിറ്റ് ബ്രാഞ്ച് ക്രിയേറ്റ് എന്താണ് ടെസ്റ്റ് ബ്രാഞ്ച്, ഇങ്ങനെ സാധനം തെറ്റാന്ന് തോന്നുന്നു. ഓക്കെ, ചെക്കൗട്ട് to branch create. Okay,
ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. ബേസിക് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാഞ്ച് ഫ്രം നിങ്ങളത് ബേസിക്കലി ഒരു എന്താണ് ഇതിൻ്റെ കമാൻഡ്സ് ഒക്കെ അറിയണമെങ്കിൽ ഓക്കെ ഇതുണ്ടോ ഗിറ്റ് ചെക്കൗട്ട് ചെയ്ത ആ ഒരു ബ്രാഞ്ചിലേക്ക് ചെക്കൗട്ട് ചെയ്യാം. -B കൊടുത്താൽ എനിക്ക് തോന്നുന്നു ആ ഇതിലേക്ക് ഇതാവും തോന്നുന്നു, ആ ബ്രാഞ്ചായിരിക്കും ഫോട്ടോ എടുക്കും. ഓക്കെ സോ ഗിറ്റ് ചെക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് ചാടാനും എളുപ്പമാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടോ ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് ലോക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെപ്പോയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ. ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ആയി. ഇനിയിപ്പം എനിക്കിത് പുഷ് ചെയ്യണം. ഈ ബ്രാഞ്ച് ഇപ്പോൾ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് നമ്മളിപ്പോൾ സ്വിച്ച് ചെയ്തു. ഇപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്ന എല്ലാം ടെസ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്രാഞ്ചിലാണ്. അപ്പം മാസ്റ്ററിൽ നിന്ന് മാറി നമ്മൾ വേറൊരു ബ്രാഞ്ചിലേക്ക് ഇപ്പം ഞാനൊരു പുതിയൊരു ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ടച്ച് എന്താണ് index.html എന്ന് പറഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അകത്തേക്ക് ഹലോ വേൾഡ് ഇങ്ങനെ കൊടുത്തു. ഇപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ index.html readme.md index.html വേൾഡ്. ആ രണ്ടും ഇതായിപ്പോയി. ഓക്കെ അപ്പോൾ അത് പോട്ടെ. കേക്കോ index.html ഓക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുത്തു. എന്തോ പ്രശ്നമുണ്ടല്ലോ. എക്കോ ടെസ്റ്റ് index.html. ഇനി index.html എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ സെറ്റായി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം, പിന്നെ readme.md. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ അകത്തുള്ളത്. അതായത് മാസ്റ്ററിൽ നിന്നാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത ബ്രാഞ്ച്. സോ അതുകൊണ്ടാണ് മാസ്റ്ററിലെ ചേഞ്ചസ് ഇതിൻ്റെ അകത്ത് വന്നത്. ഇനി നമുക്ക് വേറൊന്നുമില്ല, നമുക്ക് ഇതിനകത്തൊരു index.html ചെയ്തു. ഇനി നമുക്ക് മാസ്റ്ററിലേക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം ഈ ചേഞ്ചസ് അതിൻ്റെ അകത്ത് കാണില്ല. ഗിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ. ഓക്കെ അപ്പം മാസ്റ്ററിലേക്കുള്ള ഇതിലേക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. LS നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സ്വിച്ച് ടു ബ്രാഞ്ച് മാസ്റ്റർ, യുവർ ബ്രാഞ്ച് ഈസ് ഔട്ട് ടു ഡേറ്റ് വിത്ത് ഒറിജിൻ മാസ്റ്റർ. പക്ഷെ ഞാൻ അതിനകത്ത് index.html ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ നമുക്കിവിടെ മാസ്റ്ററിൽ നിന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് മാറ്റി നോക്കാം. test.html checkout test.html ഓക്കെ ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് നമുക്ക് നിൽക്കുന്നത്. മാസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് ഉണ്ട്. പക്ഷേ ഒറിജിൻ മാസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണില്ല. ഇത് ഒറിജിൻ മാസ്റ്റർ ആണ്, അതായത് റിമോട്ടിലുള്ള ബ്രാഞ്ചാണ്. നമ്മുടെ ലോക്കലിലുള്ള ബ്രാഞ്ചിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. ഒരു ബ്രാഞ്ചോടെ ക്രിയേറ്റ് ചെയ്തതാണ്. ചെക്കൗട്ട് ഡവ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ചെക്ക്. ഓക്കെ ഗിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ ഗിറ്റ് ഓക്കെ മാസ്റ്ററിലേക്ക് നമ്മൾ ഗിറ്റ് ഓക്കെ ചെക്കൗട്ട് -b ബ്രാഞ്ച് പിന്നെ ഡെവ്. ഇപ്പം ഡെവിലേക്ക് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഇത്ര സാധനമുണ്ട് അല്ലേ. പിന്നെ അത് ഞാൻ എക്കോ
hello hi.html. ഇപ്പോൾ ഇതിനകത്ത് ഹായ് ഉണ്ട്. ഞാൻ ചെക്കൗട്ട് ഗിറ്റ് ചെക്കൗട്ട് ടെസ്റ്റ് കൊടുക്കാമെങ്കിൽ അതിൻ്റെ അകത്തും ആ സാധനം വന്നിട്ടുണ്ട്. ശരിക്കും അതിനകത്ത് വരാൻ പാടില്ലാത്തതാണല്ലോ. ടെസ്റ്റിൻ്റെ അകത്ത് hi.html വന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. style.css ഓർമ്മ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇതിനകത്ത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഞാൻ ടെസ്റ്റ് മാറ്റിയിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഇനി ഡെവ് കൊടുത്തു. ഇതിനകത്തും വന്നു. നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. പുഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ശരിക്കും പുഷ് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഡെവ് അല്ലേ, ഗിറ്റ് ആഡ് ഗിറ്റ് കമ്മിറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. upstream the set the remote upstream use git to push up to stream origin level. Okay, ആ ബ്രാഞ്ച് പബ്ലിഷായി. ഇനി നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. പിന്നെ അത് മാസ്റ്ററും ഉണ്ട് ഡെവും ഉണ്ട് അല്ലേ. അപ്പോൾ ഡെവിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങളുണ്ട്, മറ്റേതിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചേഞ്ചസ് ആണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഡെവ് മാറ്റാം. ഡെവ് മാറ്റിയിട്ട് നമുക്ക് നേരെ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ അവിടെ. ഓക്കെ, ഇപ്പോൾ ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് പുഷ് ചെയ്തപ്പോൾ. ഇപ്പം അതിൽ ആ സാധനം മാത്രമേ ഉള്ളൂ, ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ചേഞ്ച് കൊടുത്തിട്ടില്ല. മാസ്റ്ററിലാണെങ്കിൽ റീഡ് മീ മാത്രമേ ഉള്ളൂ. ഇനി ഡെവ് എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ ടെസ്റ്റിലേക്ക് പോവാം. ഗിറ്റ് ഫുൾ ഒറിജിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ ചേഞ്ചസ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് വരും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി ഡെവ് എന്നുള്ള സാധനത്തിൽ നേരെ നമുക്ക് എങ്ങോട്ട് പോകാം, ടെസ്റ്റിലേക്ക് പോകാം. ടെസ്റ്റിലൊന്നുമില്ല, ഈ രണ്ട് സാധനങ്ങളേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് test.html എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഞാൻ ഈ രണ്ടിലും കാണിച്ചു തരാം. നേരത്തെ കാണിച്ച പോലെയാണ് ടെർമിനിൽ നിന്ന് നമുക്ക് കോഡ് ചെയ്യുന്നത്. പിന്നെ അതിനകത്താണെങ്കിൽ ദിസ് ഈസ് എ സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് test.html എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ബ്രാഞ്ചിൽ കൊടുത്താണ്. ഈ ബ്രാഞ്ചിൽ ചേഞ്ചസ് നമ്മൾ എന്നിട്ട് ഇവിടെ കമ്മിറ്റ് കൊടുക്കും ടെസ്റ്റ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ടിക്ക് കൊടുക്കുമ്പോൾ ഇത് കമ്മിറ്റ് ആവും. എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കമ്മിറ്റ് അപ്സ്ട്രീം ബ്രാഞ്ചിൻ്റെ ആ നേരത്തെ കൊടുത്ത മെസ്സേജ് ചോദിച്ചതാണ്. അത് നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി ചെയ്തു. ഈ സാധനം അല്ലാതെ UI ചെയ്തു. എന്നിട്ട് ഈ 3 ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പുഷ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ചേഞ്ചസ് എല്ലാം നമ്മുടെ പുഷായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ ഉണ്ടോ കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഗിറ്റ് ഇഗ്നോർ ഇതിൻ്റെ അകത്ത് ഇത്രയും ചേഞ്ചസ് ആണ് ഉള്ളത്, ഡെവ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ അകത്ത്. ഇനി ഞാൻ നേരെ ടെസ്റ്റിനോട്ട് വരുവാണെങ്കിൽ എനിക്ക് അത്രയും കിട്ടില്ല. ഉണ്ടോ test.html അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ചസ് മാത്രമേ അതിനകത്ത് വരുള്ളൂ. അപ്പോൾ ഈ മാസ്റ്ററിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസ്റ്ററിൽ ഈ ചേഞ്ചസ് ഒന്നും കാണത്തില്ല അല്ലേ. ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ടെസ്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ ടെസ്റ്റിനകത്ത് ഈ മാസ്റ്ററിലെ ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവിൻ്റെ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈസിയാണ്. അപ്പം ഇതാണ് ഡെവ്. എനിക്കിപ്പോൾ മാസ്റ്ററിലെ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്.
മാസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ചേഞ്ചസ് ഇത്രയേ ഉള്ളൂ അല്ലേ. എനിക്കിപ്പോൾ ഫൈനലൈസ് ചെയ്ത ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതായത് ഈ ടെസ്റ്റിലെ ടെസ്റ്റല്ല, എനിക്ക് ഡെവിലെ ചേഞ്ചസാണ് ഫുള്ള് മാസ്റ്ററിലേക്ക് മെർജ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മെർജ് റിക്വസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് മെർജ് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത്. കാരണം ഞാൻ ഈ സാധനം അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം ഏതിലാണ്, നമ്മുടെ ഗിറ്റ് ലാബിലാണ്. അതിനകത്ത് ഇങ്ങനെ മെർജ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഗിറ്റ് ഹബ് മെർജ് ടു മാസ്റ്റർ. പുൾ റിക്വസ്റ്റ്, ഓക്കെ, പുൾ റിക്വസ്റ്റ് ആണോ? കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ്. ഓക്കെ. അപ്പോൾ എനിക്ക് വേണ്ടത് ഡെവിലാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക. അതിൽ ബേസ് മാസ്റ്ററിലേക്കാണ്, ഇതിലേക്ക് കൊടുക്കുക. ഇനിഷ്യലൈസ് റീഡ്മി ദീസ് ബ്രാഞ്ച്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, മെർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്രിയേറ്റ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ ഇതിൻ്റെ ചേഞ്ചസ് എല്ലാം നേരെ അങ്ങോട്ട് ഫൈനലൈസ് ആവുന്നതിൻ്റെ ചേഞ്ചസ് എല്ലാം അങ്ങോട്ട് നേരെ പോകും. ചെക്കിങ്. ഓക്കെ, ഇതാണ്. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിലെന്തെങ്കിലും ഇഷ്യൂ കാണിക്കും ഇവിടെ. നമ്മൾ എന്നിട്ടത് ആ ചേഞ്ചസ് നമ്മൾ തന്നെ മെർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൺഫേം മെർജിങ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, കോഡ് എടുത്തിട്ട് ഉണ്ടോ, ഇപ്പോൾ മാസ്റ്റർ നോക്കുകയാണെങ്കിൽ ആ ഡെവിൻ്റെ ചേഞ്ചസ് എല്ലാം ഇവിടെ വരും. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാസ്റ്റർ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ചേഞ്ചസ് ഒന്നും കാണില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് റിമോട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ചേഞ്ചസ് ഇങ്ങോട്ട് കൊണ്ടുവരണം. നിങ്ങൾക്കതിന് വേറൊരു പരിപാടിയുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗിറ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുള്ള് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ചേഞ്ചസ് എല്ലാം ഇവിടുന്ന്, ആ ചേഞ്ചസ് എല്ലാം ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഗിറ്റ് പുള്ള് ഇവിടുന്ന് കൊടുത്താലും മതി. ഏത് ബ്രാഞ്ചിലേക്കാണോ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പുള്ള് കൊടുത്തു കഴിഞ്ഞാൽ റിമോട്ടിലെ ചേഞ്ചസ് എല്ലാം ഇവിടെ വരും. മനസ്സിലായോ? അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഗിറ്റ് പുള്ള് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെ ചേഞ്ചസ് എല്ലാം ഇവിടെ വന്നു. ഡെവിലെ ചേഞ്ചസ് എല്ലാം മാസ്റ്ററിലേക്ക് മെർജ് ചെയ്ത സാധനങ്ങളെല്ലാം എൻ്റെ ലോക്കൽ ഫയലിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയ ബ്രാഞ്ചസിലെ ചേഞ്ചസ് എപ്പോഴും ആ ബ്രാഞ്ചിലായിരിക്കും ഉള്ളത്. നമുക്ക് ഏത് ബ്രാഞ്ചിൽ നിന്നാണോ എടുക്കേണ്ടത് ആ ചേഞ്ചസ് ആ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ബേസിക്കലി ഒരു ഗിറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ വേർഷൻസ് പോലെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിന് ഒരു സബ് വേർഷൻസ് കാണും, അതിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനെല്ലാം ഒരു സ്റ്റാക്ക് പോലെ നമ്മൾ അടിക്കടിക്ക് വെക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു പല വീഡിയോകൾ വെക്കുന്ന പോലെ അതിനകത്ത് കുറേ ഇൻഫർമേഷൻസ്, അങ്ങനെയാണ് ഓരോ ഫയൽസ് പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് കുറേ എടുത്ത് ഇങ്ങോട്ട് മെർജ് ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വേർഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, പ്രോജക്റ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് സംഭവം. ബേസിക്കലി ഗിറ്റ് ക്ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും ആ പ്രോജക്റ്റ്. ഇതിപ്പോൾ ഞാൻ പബ്ലിക്കാണ് കൊടുത്ത, പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഞാൻ വെറുതെ ഗിറ്റ് ക്ലോൺ കൊടുത്തപ്പം ഡയറക്റ്റായിട്ട് ഇങ്ങ് പോകുന്നു. മനസ്സിലായോ? പക്ഷേ പുഷ് ചെയ്യണമെങ്കിൽ പെർമിഷൻ വേണം. അത് നമ്മൾ പുൾ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വേറെ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഗിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ ഒത്തിരി ഉണ്ട്. ബട്ട് ബേസിക്കലി ഈ ഒരു സംഭവമാണെന്നുള്ളൊരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ചെറിയൊരു ക്വിക്ക് സ്നിപ്പറ്റ് പോലെയാണ്. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട്, ഞാൻ പറഞ്ഞു ചീറ്റ് ഷീറ്റ് അടിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ ബേസിക്സ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ട്യൂട്ടോറിയൽ കാണാം. ബൈ.